നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു സുദിനമാണ് നാളെ. രണ്ടു പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലം നാളെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നാരണമൊഴി വെച്ചൂച്ചിറ പഞ്ചായത്തുകളെ തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ശ്രീ പ്രമോദ് നാരായണൻ, എന്താണ് പറഞ്ഞു? അവിടെ കുറുമ്പമൂഴി എന്ന സ്ഥലം, അതായത് വെച്ചൂച്ചിറ നാറാണമൊഴി പഞ്ചായത്തുകളുടെ മധ്യഭാഗത്താണ് ഈ പാലം പണിയാൻ പോകുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ചെറിയൊരു വിസ്തീർണം തരാമോ? താങ്ക് യു. നമുക്ക് ഇത് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സന്തോഷമേ ഉള്ളൂ. എന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ് കുടുംബമൊഴിയിലെ അരയാഞ്ഞിലി മണ്ണിലെയും പാലം ശിലാസ്ഥാപന ചടങ്ങ്. അത് MLA നിലയിൽ ഏറ്റെടുത്ത ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു 2 പദ്ധതികൾ ഒരുപോലെ സഫലമാകുന്നു എന്നത് മാത്രമല്ല, അത് ആദിവാസി ഉൾപ്പെടെയുള്ള ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ പതിറ്റാണ്ടുകളായുള്ള മഹാസങ്കടത്തിന് പരിഹാരം കാണുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ 2 സ്ഥലങ്ങളും നമുക്ക് അറിയാം, 3 വശം വനവും മുന്നിൽ പമ്പയും. അപ്പോ എവിടെയെങ്കിലും മഴ പെയ്താൽ, പമ്പയിൽ ജലനിരപ്പ് ഉയർന്നാൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരാണ് പ്രളയകാലത്ത്. പ്രളയം ഉണ്ടാകണമല്ല, മഴ പെയ്താൽ മഴക്കാലത്ത് ഒറ്റപ്പെട്ടു പോകുന്നവരാണ്. ആ സമയത്ത് സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് പോകാനാവില്ല, തൊഴിലെടുക്കാൻ പോകുന്നത് പ്രയാസപ്പെടും, രോഗികള്, ഗർഭിണികള്, ഇവരെല്ലാം ഒറ്റപ്പെട്ടു പോകും. ഞാൻ തന്നെ പലപ്പോഴും NDR ടീമിനൊപ്പം ഒരിക്കലും അവിടെ ഭക്ഷണവും മരുന്നും എത്തിക്കാൻ കടന്ന നമ്മൾ MLA 2021 MLA ആയി വന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എപ്പോഴും ഓർക്കുന്നു അവിടുത്തെ അതെ വളരെ അപകടകരമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. വലിയൊരു തടി പമ്പയുടെ കുറുകെ അപ്പോൾ ഒഴുകി വരികയും ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ അന്ന് മനസ്സിൽ തീരുമാനിച്ചതിന്റെ പരിഹാരം കാണണം. അതിനുവേണ്ടി ആദ്യം നമുക്കത് ഒരേപോലെ 2 സ്ഥലത്തും പാലങ്ങൾ വേണമെങ്കിൽ വലിയ തുക വേണം. അപ്പൊ അത് എങ്ങനെ കണ്ടെത്തും? അങ്ങനെയാണ് അന്നത്തെ പട്ടികവർഗ മന്ത്രിയായിരുന്ന ശ്രീ K. രാധാകൃഷ്ണൻ, അദ്ദേഹം വലിയ പിന്തുണ നമ്മൾ ഈ പ്രപ്പോസൽ അദ്ദേഹത്തിന് ചെല്ലുന്നു. പക്ഷെ ഒരേപോലെ ഒരു മണ്ഡലത്തിൽ തന്നെ ഒരേപോലെ തൊട്ടടുത്തുള്ള 2 സ്ഥലങ്ങൾ പണം അനുവദിക്കുകയാണ്. അപ്പൊ അത് ഒരു സ്ഥലത്ത് 3.97 കോടി രൂപയും ഒരു സ്ഥലത്ത് 2.68 കോടി രൂപയും. അത് പിന്നെ കുരുമ്പൻമൂഴിയിൽ 3.97, 2.68 അരയാഞ്ഞിലി മണ്ണ്. ഓ ശരി ശരി. അപ്പൊ ഈ തുക അനുവദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ശ്രമമായിരുന്നു. പട്ടികവർഗ വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നാണ്. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് തടസ്സങ്ങൾ വന്നു, ഒത്തിരി സങ്കീർണമായിരുന്നു. പലതവണ നിയമസഭയിൽ ഉന്നയിച്ചു, സബ്മിഷൻ കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പണം അനുവദിപ്പിച്ചെടുക്കുന്നത്. പണം അനുവദിച്ചു കഴിഞ്ഞപ്പോഴും വീണ്ടും ഒരുപാട് പ്രയാസം വന്നു. കാരണം ഇത് ആർക്കാണിത്? നടപ്പാലങ്ങൾ, പമ്പ ഇത്രയും ശക്തമായ ഒഴുക്കുള്ള സ്ഥലത്ത് നടപ്പാലങ്ങൾ തീർക്കുമ്പോൾ അത്രയും അതിൽ വൈദഗ്ധ്യം വേണം. PWD വിഭാഗം ചെയ്യട്ടെ എന്ന് അന്ന് ഉദ്യോഗസ്ഥരത്തിൽ ഉന്നതർ IAS ലെവലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും നിർദ്ദേശമുണ്ടായി. പക്ഷെ അവരത് പരിശോധിച്ചിട്ട് അവർക്കത് അനുപകരം ഞങ്ങൾക്ക് ഇതിൽ വൈദഗ്ധ്യമില്ല, ഇതിൽ വൈദഗ്ധ്യമുള്ള ഏജൻസികൾ വേണം എന്ന് ആവശ്യപ്പെട്ടു. അത്തരം സർക്കാരിന്റെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തയ്യാറായി വരണമായിരുന്നു. അപ്പൊ വീണ്ടും അവർക്ക് ഇതിനെ ചെയ്യുന്നതിനുള്ള അംഗീകാരത്തിനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ഒരുപാട് സമയമെടുത്തു. അങ്ങനെ ഇപ്പോ നമ്മള് കുരുമ്പൻമൂഴിയിലെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള ഇടയ്ക്കൊരു ചോദിക്കുകയാണ്, എന്താ ഈ സ്റ്റീൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊന്ന് വിശദീകരിക്കുമോ? നമ്മുടെ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് നമ്മുടെ നടപ്പാലങ്ങൾ നമ്മള് പിന്നെ ഈ സ്റ്റീൽ കൊണ്ടുള്ള നമ്മള് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ഉരുക്കാണോ അതോ അതെ 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 എന്ന് പറയുന്നതാണ്. അത്തരം നടപ്പാലങ്ങൾ ആണ് നമ്മൾ തീർക്കുന്നത്. അതില് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരളയും പിന്നെ അരയാഞ്ഞിലി മണ്ണ് കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമാണ് ഇതിന്റെ ചുമതലയുള്ളത്. അത് ടെൻഡർ വഴി അവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് ചെയ്യുന്നത് അല്ലേ? കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ. ഒരു കാര്യം കൂടി, അതിനകത്ത് നിയമപരമായി ഉണ്ടായ തടസ്സങ്ങൾ പരിഹരിക്കാൻ PND വകുപ്പിൽ OR കേളു മന്ത്രിയാണ്. അദ്ദേഹത്തിന് വലിയ ഇടപെടൽ അക്കാര്യത്തിലുണ്ടായിരുന്നു. ഈ 2 പേരോടുമുള്ള കട പ്രാദേശികമായ ഒത്തിരി ആവശ്യങ്ങളും വന്നു. പിന്നെ ഇപ്പൊ രാവിലെ നമ്മുടെ ഇവിടുത്തെ CPM ലോക്കൽ സെക്രട്ടറി ശ്രീ ജോർജ് പഞ്ചാടി എന്നെ വിളിച്ചു. ഞാൻ അന്നേരം അവിടെ പോയി കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതപ്പോ ഇതോടൊപ്പം നമ്മൾ ചേർക്കുകയാണ് ഇതോടൊപ്പം.
അപ്പൊ എല്ലാ പിന്തുണയും തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ പതിറ്റാണ്ടുകളായി ജനങ്ങൾ കാത്തിരുന്നൊരു കാര്യമാണ് നമ്മൾ. MLA ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നായിരുന്നു അത്. വലിയൊരു സന്തോഷമുണ്ട്, അഭിമാനം. ഉറപ്പായിട്ട് ഞാനോ അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർമാരായാലും അവിടെ വരും. ഉറപ്പായിട്ടും. താങ്ക് യു. കുരുവമ്പുഴയിലെ പണ്ടൊരു ക്രോസ് വേ ഉണ്ടായിരുന്നു. 2018 വെള്ളപ്പൊക്കം വന്നതിന് ശേഷം, പെരുന്നരുവി ഡാം വന്നതിന് ശേഷം വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ ക്രോസ് വേ, വെള്ളം നിറഞ്ഞ ഈ ക്രോസ് വേ മൂടുമായിരുന്നു. അതിനുശേഷം 2021 വീണ്ടും പ്രളയം വന്നപ്പോൾ അവിടെ മണ്ണ് കയറി പാലം മൂടാൻ തുടങ്ങി. ഒരു മഴ പെയ്താൽ അന്നേരം പാലം മൂടും. കുരുവമ്പുഴയിലുള്ള ആൾക്കാർക്ക് ഇക്കരയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. 2021 അക്കരയ്ക്ക് പോലുള്ള ബുദ്ധിമുട്ടുണ്ടായി. 2021 പ്രിയപ്പെട്ട റാന്നിയുടെ MLA പ്രമോദ് നാരായണൻ റാന്നിയുടെ MLA ആയി വരുന്നത്. MLA ആയി ആദ്യം വന്നതിന് ശേഷം പ്രളയം വന്നപ്പോൾ അദ്ദേഹം അവിടെ വരികയും അവിടുന്ന് അക്കരയ്ക്ക് ബോട്ടേൽ ഞങ്ങളൊപ്പം സഞ്ചരിച്ചു. പ്രമോദനോടൊപ്പം സഞ്ചരിച്ചു. അപ്പം അവിടുത്തെ ഭീകരമായ അവസ്ഥ, അക്കരെ മരുന്നിന് വേണ്ടി ആൾക്കാർ നോക്കി നിൽക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി നോക്കി നിൽക്കുന്നു. ഭീകരമായ അവസ്ഥയായിരുന്നു. അവിടെ ചെന്നിറങ്ങിയപ്പോഴേ നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ഒരു നടപ്പാലം വേണമെന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് അക്കരയ്ക്ക് പോകാൻ വേണ്ടി ഒരു നടപ്പാലം വേണമെന്നുള്ളതായിരുന്നു. MLA വാക്ക് കൊടുത്തു, ഞാനിവിടെ MLA ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നടപ്പാലം സ്ഥാപിച്ചു തരുമെന്ന് വാക്ക് കൊടുത്തു. ശ്രീ പ്രമോദ് വാക്ക് പാലിച്ചു. നമുക്ക് ചാന്തറയാണ്, ചാന്തറ മുക്കുടതറ ആണ് ഏറ്റവും എളുപ്പം. അപ്പം പാലത്തെ വെള്ളം കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. വേണ്ടുന്ന അത്യാവശ്യം ക്ഷാമമാവും, ഭക്ഷണത്തിനുള്ള ക്ഷാമം ആവും ഉറപ്പായിട്ടും. അത്യാവശ്യം ചില ഭക്ഷണമൊക്കെ കിട്ടാതെ വരും. എന്നാലും താഴെ കൂടെ നമുക്ക് പോകാം. എങ്കിലും ഒരു 6 മണിക്ക് ശേഷം നമുക്കത് വഴി പോകാൻ ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. കാട്ടാനയുണ്ട്, എല്ലാ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ വെള്ളപ്പൊക്കവും. പിന്നെ പാലം ഉദ്ഘാടനം 11-ാം തീയതിയാണെന്ന് അറിഞ്ഞു. പാലം വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാണ്. വർഷകാലം പോലെ ഇവിടെ പിന്നെ പമ്പയാറ്റിലെ ഒരു വെള്ളപ്പൊക്കം ഒരു പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രോസ് വരുന്നത്. ക്രോസ് വന്നെങ്കിൽ പോലും അത് പിന്നെ ആറ്റൊരു വെള്ളം പൊങ്ങിയാൽ ഇവിടുത്തെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുകയാലും കൊള്ളാം, ഇവിടുത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റീൽ പാലം ഇവിടെ അനുവദിച്ചു വന്നിരിക്കുന്നത്. താമസം തുടങ്ങിയിട്ട് 25 വർഷമായി, അല്ല 40 വർഷമായി. അതുപോലെ അവിടെ നേരത്തെ കാലം വെള്ളം കിടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ആ വെള്ളം മാറിയിട്ട് ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ഒരു ക്രോസ് വേ വന്നു. ആ ക്രോസ് വേ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനം വന്നില്ല. കാരണം വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അക്കരെ ഇക്കരായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിച്ചു. പിന്നെ കഴിഞ്ഞ നാളുകളിൽ വെള്ളം പൊങ്ങിയ സമയത്ത് നമ്മുടെ MLA വന്നിവിടെ സ്പീഡ് ബോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ അക്കരയ്ക്കരെ കടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും പല പ്രാവശ്യങ്ങളായി പാലം പണിത് തരാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ പ്രാവശ്യം അത് യാഥാർത്ഥികമായി. അങ്ങനെ കുരുമ്പമൂഴിക്കാരുടെ ഒരു സ്വപ്നം കൂടി യാഥാർത്ഥ്യമാവുകയാണ്. ദീർഘനാളത്തെ കഷ്ടപ്പാടുകൾ എന്നേക്കും അവസാനിക്കുകയാണ്. കുരുമ്പമൂഴി ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കോസ്വേ പെരുന്തേനരുവിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വന്നതോടുകൂടി അവിടെ നിർമ്മിച്ച ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്ന് ഈ കോസ്വേ പലപ്പോഴായി മുങ്ങിപ്പോവുകയും ഇവിടെയുള്ള ജനങ്ങൾക്ക് മറുകര എത്താൻ ബുദ്ധിമുട്ടാവുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നിരവധിയാണ്. അങ്ങനെ നിത്യോപക സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയാതെയും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയാതെയും വന്ന ദുഃഖകരമായ അവസ്ഥ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അനുഭവിച്ച ഒരു ദുരിതം എന്ന് പറഞ്ഞേ? ഞങ്ങൾക്ക് ഈ കോസ്വേ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഇവിടെ മഴ വന്നാൽ ഒരു ചെറിയ ചാറ്റൽ മഴ വന്നാൽ പോലും ഈ ഞങ്ങളുടെ പാലം വെള്ളത്തിൻ്റെ അടിയിലാവും. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഞങ്ങൾക്ക് ഒരു കാരണവശാലും അക്കരെ, അതായത് വെച്ചിച്ചിറ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടാനോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടാനോ ഞങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടാനോ ആശുപത്രിയിൽ പോകാനോ യാതൊന്നിനും ഒരു മാർഗ്ഗവും ഇല്ല. ഞങ്ങൾ പിന്നെ ഈ വെള്ളം താഴുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറുക. ഞങ്ങൾക്ക് പിന്നെ ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഒന്നാമത് ഇവിടുന്ന്
കല്ലറയ്ക്ക് ഒരു 4 കിലോമീറ്റർ ഉണ്ട് 4 കിലോമീറ്റർ ഉണ്ട്. 4 കിലോമീറ്റർ ഇവിടുന്ന് അത് വണ്ടിയില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഈ പാലമായിരുന്നു ഞങ്ങളുടെ ഏക ആശ്രയം. ഇപ്പം ഈ പാലം മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു ഗൂദാമിൽ അകപ്പെട്ട അവസ്ഥയിലാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങളുടെ MLA, അതായത് പ്രളയം നടന്ന കാലത്ത്, പ്രളയം നടന്ന 2018 പ്രളയം നടക്കുമ്പോഴാണ് MLA ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. നമ്മുടെ പ്രമോദ് നാരായണൻ സാറ് വിജയിച്ചിവിടെ വരുന്നത്. ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അവസ്ഥ നേരിട്ട് കണ്ട അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരാളുണ്ടായി. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസം.